ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങളെ മുന്നിലേക്ക് ഇന്ന് വരുന്നത് ഞാൻ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബ്രെഡിനെ കൊണ്ട്. അപ്പോൾ നമുക്ക് പാൻ വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടി ഇതാ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേശം ഉപ്പ് ചേർത്ത് നല്ല അടിപൊളിയായിട്ടൊന്ന് അരിച്ചെടുക്കുക. അതിലേക്ക് ഒരു സവാള, ഒരു കഷ്ണം ഇഞ്ചി, ഇതേപോലത്തെ ഒരു 3 കാന്താരി മുളകുണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ട് ഇതാ ഞാൻ അരച്ചെടുക്കുന്നതാണിത്. അപ്പോൾ ഇതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഞാൻ, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ടാണ് ഇതാക്കുന്നത്. അതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുക്കണം. എന്നിട്ടാണ് ഈ ബ്രെഡ് ഇതിൻ്റെ അകത്ത് മുക്കിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. എല്ലാവരും ആക്കുന്നതന്നെയായിരിക്കും ഇത്. എന്നാലും ഞാനൊന്ന് ആക്കുമ്പോൾ അത് വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. ഇതിലേക്ക് ഞാൻ കുറച്ച് പാൽ ഒഴിക്കുന്നുണ്ട്. അധികമൊന്നും ഒഴിക്കുന്നില്ല, കുറച്ച് പാൽ ഒഴിച്ചു. അപ്പം ഇങ്ങനെയുള്ള ഇതിലാണ് ഇതിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇഞ്ചിൻ്റെ രുചിയുണ്ട്, ഉള്ളിൻ്റെ രുചിയുണ്ട്, മസാലേൻ്റെ രുചിയുണ്ട്, ഉപ്പുണ്ട്, എല്ലാം കൂടി ഉള്ളതാണ് ഇത്. ഈ കൂട്ടിലേക്കാണ് നമ്മൾ ഓരോ ബ്രെഡ് മുക്കിയിട്ട് വെക്കുന്നത്. തേങ്ങ ചേർക്കേണ്ട കൂട്ടർക്ക് തേങ്ങയും ചേർക്കാം. ഞാനിപ്പോൾ തേങ്ങ ചേർത്തില്ല, അങ്ങനെയും ചില സമയം ആക്കലുണ്ട്. തേങ്ങയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ആക്കിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പാനിൻ്റെ അകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കും. നെയ്യിലല്ല, വെളിച്ചെണ്ണേൻ്റെ അകത്താണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എല്ലാ സ്ഥലത്തും വെളിച്ചെണ്ണ ആക്കി കൊടുക്കും. അപ്പോൾ നല്ലോണം കാഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നോരോന്നായി മുക്കി ബ്രെഡ് മുക്കുക. എന്നിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കുക. ഈ 2 എണ്ണം വെച്ചിട്ട് നമുക്ക് ആക്കാം. അപ്പോൾ അധികം തീ കൂട്ടി വെക്കണ്ട, ചെറിയ സിമ്മിലാക്കിയിട്ടാക്കി കൊടുക്കും. തിരിച്ചിട്ട് കൊടുത്ത് അതേപോലെ തന്നെ മറ്റേത് നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത്. ഇതാ ഇത് മല്ലിച്ചപ്പവും കറിവേപ്പിലയെല്ലാം ചേർക്കുന്നവർക്കൊക്കെ നല്ല ചേർക്കാം. അരക്കുമ്പം തന്നെ എല്ലാം മേലെ ഇട്ട് നല്ല അടിപൊളിയാക്കി എടുക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ഒരിക്കലും ആക്കാം. കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല, നല്ല സോഫ്റ്റ്, പൊട്ടി പോകാൻ പോകുന്നുണ്ട്. അത്രയ്ക്ക് സോഫ്റ്റാണ്.
പാലും മുട്ടയും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് വാങ്ങാം. അടുത്ത് കിട്ടും. അതിൻ്റെ അകത്ത് വെളിച്ചെണ്ണ തീർന്നു പോയി. അപ്പോൾ അടുത്തും കൂടി ഇതേപോലെ തന്നെ നമുക്കാക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇതിൽ മസാലയെല്ലാം ചേർത്തുകൊണ്ട് ആ മസാലേൻ്റെ രുചിയും കൂടി ഉണ്ടാവും ഗൈസ്. ഇത് കഴിക്കുമ്പോൾ മസാല ഇഷ്ടപ്പെടുന്ന കൂട്ടർക്ക് അതിൻ്റെയും കൂടി രുചിയുണ്ട്. ഇത് വാങ്ങി പ്ലേറ്റിലേക്ക് ഇടാം. അത് സൂപ്പർ സാധനമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതാ ഇങ്ങനെയുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സ്നാക്സിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ബൈ.